16 ദിവസത്തിനിടെയാണ് 2 കപ്പലപകടങ്ങൾ നമ്മുടെ തീരത്തോടടുത്ത് ഉണ്ടായത്. തീരമേഖലയിലെ ആശങ്ക ആലോചിക്കാവുന്നതല്ലേയുള്ളൂ. നേരത്തെ ആലപ്പുഴ തീരത്തുണ്ടായ കപ്പലപകടം വടക്കൻ കേരളത്തിലെ തീരമേഖലയെ ബാധിച്ചില്ലെങ്കിലും ഇന്നലെ ഉണ്ടായ അപകടം വടക്കൻ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുടമകളെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയാണ്. അപകടം നടന്നത് പുറംകടലിലായതിനാൽ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും മീൻ ഉപയോഗിക്കുന്നതിൽ ജനങ്ങൾക്കുള്ള ആശങ്ക ഇല്ലാതാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാൻ നിൽക്കുന്ന ബേപ്പൂർ ഹാർബറിൽ നിന്ന് 86 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കേരള തീരത്ത് ട്രോളിംഗ് നിരോധനമാണ്. അടുത്ത മാസം 31 വരെ ഈ നിരോധനമുണ്ട്. എങ്കിലും മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും ആശങ്കയുണ്ട്. നിലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആശങ്കയാണ് നിലവിലുള്ളത് ഈ അപകടവുമായി ബന്ധപ്പെട്ട്? ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ ബോട്ടിൻ്റെ ആളുകളായാലും ശരി, വള്ളക്കാരായാലും ശരി, ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളായാലും ശരി, എല്ലാവരും ഇതിനെ ഈ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കൊച്ചിയിൽ കപ്പൽ പറഞ്ഞ് അതിൻ്റെ കണ്ടെയ്നർ കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മളെ മത്സ്യങ്ങളൊന്നും പിന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം വന്നിട്ടുണ്ട്. അത് നമ്മളെ മിനിസ്റ്ററും മറ്റുള്ള ആളുകളും എല്ലാം പറഞ്ഞിട്ട് ദേശകരെ തരണം ചെയ്ത് വരുന്നമാതിരി തോന്നുന്നു. അതിൻ്റെ സമയത്താണ് ഇപ്പോൾ നമ്മളെ കണ്ണൂർ പുറത്ത് അഴീക്കലും വീണ്ടും ഒരു കപ്പൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള കണ്ടെയ്നർ കടലിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ അകത്ത് വ്യാപകമായിട്ട് മലിനീകരണ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ കണ്ടെയ്നറിനകത്തുള്ള വസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നാലും വ്യാപകമായിട്ടുള്ള മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ട്രോളിംഗ് ആണ്. ഇന്ന് മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ മുട്ടയിടുന്നതിനും വളർന്നു വരുന്നതും. അപ്പോൾ ഈ മലിനീകരണം നമ്മളെ മത്സ്യങ്ങളെ പിന്നെ ഏത് തരത്തിലും ബാധിക്കുന്നുള്ള ഒരു ആശങ്കയാണ് നമ്മളിൽ നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാരായാലും ശരി, കേരള സർക്കാരായാലും ശരി, നല്ല മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഈ ആശങ്ക എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പണിയില്ലാത്ത സമയമാണ്. ഈ 2 മാസത്തേക്ക് സാധാരണ ഇതിൽ ആദ്യമൊക്കെ പറയാറുള്ളത് മത്സ്യത്തൊഴിലാളി സൗജന്യ റേഷനാണ് കൊടുക്കാറ്. ഇപ്പോൾ കുറേ ആയിട്ട് കിട്ടുക സൗജന്യ റേഷൻ. ഇപ്പോൾ സാധാരണ ഇത് റേഷൻ സൗജന്യമാണ്. ഒരു മഴ ചെറുതായിട്ട് ചാറിയാൽ, ചെറിയ കാറ്റ് കണ്ടാൽ അന്നേരം ഓർഡർ വരാം, മത്സ്യത്തൊഴിലാളി കടലിൽ പോരുത്, ഇനി ഒരു അറിയിപ്പുണ്ടായാൽ പോരുന്നത്. ഈ അറിയിപ്പുണ്ടായിരുന്നവരെ പോരുതെന്ന് പറഞ്ഞാൽ ഒരു മാസം 1.5 മാസമൊക്കെ കരയിൽ നിന്നാൽ ₹1 കൊടുക്കില്ല. തിരിക്കുന്ന മറ്റുള്ള എല്ലാ മേഖലയിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഒരു സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഏതായാലും ട്രോളിംഗ് നിരോധന കാലം 5 മാസം എന്നാണ് പറയുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കപ്പൽ മറിഞ്ഞതുകൊണ്ട് അതിൻ്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൊച്ചിയിൽ അപകടമുണ്ടായപ്പോൾ നൽകിയതുപോലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം സർക്കാർ തീരമേഖലയിൽ നൽകിയിട്ടില്ല. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് ഇന്ധനമോ മറ്റ് രാസവസ്തുക്കളോ കടലിൽ പടർന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മീൻ മുട്ടയിടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.